ഹലോ. അപ്പോൾ ഞാനും അമ്മയും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അമ്മ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ അമ്മയെ കാണുന്നില്ല അല്ലേ? അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. വീഡിയോ എടുക്കാൻ അമ്മ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഓട്ടോ എത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നേരെ പോവുകയാണ്. അമ്മയുടെ ഫോണിൽ ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് കാണിക്കണം. വേറെ ഒന്ന് രണ്ട് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ചായ കുടിക്കാൻ കയറി കേട്ടോ. ഇതിപ്പോൾ അമ്മയുടെ നിർബന്ധമാണ് കേട്ടോ, പുറത്തിറങ്ങിയ ചായ കുടിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. തനുമോടെ സ്കൂളിലേക്ക് അവിയലുണ്ടാക്കി കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ അവളും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ ഇത് ഞാൻ നോക്കിക്കോളാം, നീ പോയി റെഡി ആയിക്കോ എന്ന് പറഞ്ഞിട്ട് അവളെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ അവിയലൊക്കെ ഉണ്ടാക്കുന്ന നേരം കൊണ്ട് അവൾ ഒരുങ്ങി റെഡി ആയിക്കോളും. എനിക്കിപ്പോൾ അവൾക്ക് മുടി മാത്രം കെട്ടി കൊടുത്താൽ മതി കേട്ടോ. ബാക്കിയൊക്കെ അവൾ സ്വയം ചെയ്തോളും. മേക്കപ്പ് ഒക്കെ ഇടാനൊക്കെ അവൾ തന്നെയാണ്. അതിനൊക്കെ അവൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു വാഴയില വഴറ്റിയെടുത്തിട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വാഴയിലയിൽ പൊരിഞ്ഞിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് അവിയലൊക്കെ റെഡി ആയിട്ടുണ്ട്, ഞാൻ വാഴയിലയിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ലോക ഭക്ഷ്യദിനാണല്ലോ അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഫുഡ് ഡേ ആണ് കേട്ടോ അവിടെ സ്കൂളിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ തനുമോളോട് പറഞ്ഞിട്ടുള്ള അവിയൽ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ കുട്ടികൾക്ക് ഓരോ ഫുഡാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് അവിയലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും തനുമോളും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഓട്ടോ വരുന്നവരെ വരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോ വന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. അതായത് തനു ഒരുങ്ങുന്നതിൻ്റെ ഇടയിൽ ലിയോ ഒന്ന് ഓടി പാഞ്ഞൊക്കെ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓട്ടോ വരുന്ന വരെ തനുമോളെൻ്റെ ഫോണൊക്കെ മേടിച്ച് അതിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഓട്ടോ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലഞ്ച് ബാഗും അവയിലൊക്കെ ഓട്ടോയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാഗ് അവിടെ തോളിൽ തന്നെയാണ്, അവളത് വെച്ചിട്ടില്ല, അത് പുറത്ത് വെക്കാറില്ല. അപ്പോൾ ഓട്ടോ ഒക്കെ വന്നു. അപ്പോൾ എല്ലാവരും പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബായ്.